ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ നോമ്പിലേക്ക് നാം കടന്നിട്ട് ഇന്ന് 30 ദിവസങ്ങൾ ആകുന്നു. ഇന്നത്തെ അല്പനേരത്തെ ധ്യാനചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ്. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? മനുഷ്യ മനസ്സിനെ വരച്ചു കാട്ടുന്ന ഒരു വേദഭാഗമായി ഈ വാക്യത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഏതു മനുഷ്യനും തന്നെ കരുതുന്നവരോട് കൂടെ നടപ്പാൻ ആഗ്രഹിക്കുമ്പോൾ തങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാം പലരെയും തിരഞ്ഞെടുക്കുമെങ്കിലും നാം ആഗ്രഹിച്ച വിധത്തിൽ അവരിൽ നിന്നും പ്രതികരണം ലഭിക്കണമെന്നില്ല. പല മനുഷ്യരുടെയും പുറമേയുള്ള പെരുമാറ്റങ്ങളെ നാം മുമ്പിൽ കണ്ട് അവർക്ക് വിലയിടുമ്പോൾ അവർക്ക് നമ്മളോടുള്ള അഭിപ്രായം അപ്രകാരമായിരിക്കണമെന്നില്ല. സങ്കീർത്തകൻ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ കൂടി പറയുകയാണ്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ പലപ്പോഴും ഭക്തിയുടെയും വിശ്വസ്തതയുടെയും പൊയ്മുഖങ്ങൾ അണിയുന്നവരാണ്. ഇവിടെ ദാവീദ് പറയുകയാണ്, മനുഷ്യന് യഹോവയിലുള്ള ഭക്തി കുറയുമ്പോൾ അവനിൽ വിശ്വസ്തതയും കുറഞ്ഞു പോകുന്നു. രൂത്തിന്റെ പുസ്തകം നാം ഒന്ന് പഠിക്കുമ്പോൾ ബോവാസ് എന്നൊരു ധനികനായ മനുഷ്യനെ നമുക്കവിടെ പരിചയപ്പെടുത്തും. അവൻ രൂത്തിനോട് ദയ കാണിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയും. രൂത്തിന്റെ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലത്ത് എലിമേലെക്ക് എന്നൊരു പുരുഷൻ തന്റെ ഭാര്യയായ നൊവൊമിയെയും 2 ആൺമക്കളുമായി മോവാബ് എന്ന ദേശത്തേക്ക് യാത്രയായി അവിടെ താമസിക്കുകയാണ്. അവർ ബേത്ലഹേംകാരായിരുന്നു എങ്കിലും യാത്ര ചെയ്തത് മോവാബിലേക്കായിരുന്നു. അതായത് അപ്പത്തിന്റെ ദേശത്തു നിന്നും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ദേശത്തേക്കുള്ളൊരു യാത്ര. ഒരു ദൈവവിശ്വാസിക്ക് ഒരിക്കലും കടന്നു ചെല്ലരുതാത്തതായ ഒരു ദേശമായിരുന്നു മോവാബ്. മോവാബിൽ വെച്ച് എലിമേലെക്കും ആൺമക്കളും മരിക്കുന്നതായി സാക്ഷീകരിക്കുന്നു. പിന്നെ ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത് നൊവൊമിയും മരുമക്കളായ രൂത്തും ഓപ്പയും മാത്രമാണ്. ഓപ്പ തന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയി. രൂത്തിനോടും മടങ്ങിപ്പോകുവാനായി നൊവൊമി ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും അവൾ പറയുന്ന ഒരു കാര്യം രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു: നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. തൻ്റെ അമ്മായിയമ്മയിൽ വിശ്വസ്തത കണ്ടതായ മരുമകൾ എന്നാൽ താഴേക്ക് വരുമ്പോൾ രൂത്തിൽ ദയ കാണിക്കുന്ന ബോവാസിനെ നമുക്കവിടെ കണ്ടുമുട്ടുവാൻ കഴിയും. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ബോവാസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരോട് ചേർന്നുകൊള്ളുക. ബോവാസ് രൂത്തിനോട് ഇത്രമാത്രം ദയ കാണിച്ചു എങ്കിൽ നമ്മുടെ പ്രിയൻ നമ്മോട് എത്രമാത്രം ദയ കാണിച്ചിരിക്കും. നമ്മുടെ പിൻതലമുറകളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും എത്രയെത്ര നാളുകൾ അവർ പിന്നിട്ടു. ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സന്തോഷം അവരുടെ പ്രാർത്ഥനയുടെ പ്രതിഫലമാകും. ഈ നോമ്പുകാലം മനുഷ്യരുടെ ദയക്കായിട്ടല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദയക്കായി നമുക്ക് കാത്തിരിക്കാം. അതിന് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഞാൻ എൻ്റെ ധ്യാന ചിന്തകൾക്ക്
ഇവിടെ വിരാമം കുറിക്കുന്നു. നമ്മൾ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല വചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും മനുഷ്യരിൽ ആശ്രയം വെക്കുന്നവരാണ്. എന്നാൽ സദൃശ്യവാക്യം ഞങ്ങളോട് ഇന്ന് പറഞ്ഞതുപോലെ മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? കർത്താവേ, ഈ നോമ്പ് യാത്രയിൽ വിശ്വസ്തനായ ദൈവത്തെ ഞങ്ങൾക്ക് കണ്ടുമുട്ടുവാൻ, അവൻ്റെ മാറിൽ ചാരുവാൻ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഉപവാസവും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. സമാധാനമില്ലാതെ കഴിയുന്ന ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾക്ക് ശമനമുണ്ടാകട്ടെ കർത്താവെ. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പാൻ തക്കവണ്ണം നീ എല്ലാവരെയും പഠിപ്പിക്കണമേ കർത്താവ്. സ്നേഹത്തിൻ്റെ മുഖം നീ ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരും സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, ഞങ്ങളുടെ മക്കൾ കുഞ്ഞുമക്കളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ കൃപ അവരെ പൊതിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. മാനമോടുന്ന് മൗത്വമോടുന്ന് സർവ്വതും യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.